ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ പെരുമ്പാവൂർ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പെരുമ്പാവൂർ നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ ഇപ്പം നോമ്പെടുക്കുന്ന സമയമാണ്, അതായത് റംസാൻ വ്രതം എടുക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വളരെ ക്ഷീണിതരായിട്ടായിരിക്കും ഞാൻ കാണാറുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ അവർ വൈകുന്നേരം ഇരുന്ന് പത്തിരി പരത്തലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അത് വളരെ ത്യാഗം സഹിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വീറ്റ് ഭയങ്കര കാര്യമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ചെയ്തെടുക്കാവുന്ന, ആരെങ്കിലും വന്നാൽ തന്നെ ഒരു സ്വീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്, വളരെ സിമ്പിളുമാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലിൻ കൂടെ ഒന്ന് അമർത്തണേ, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി കിട്ടുകയുള്ളൂ. അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. ഞാൻ നിങ്ങളുടെ കനകാപ്പിള്ളை. എന്നിട്ട് നമ്മളൊരു 2 കപ്പ് അവൽ എടുക്കുക. ചുവന്ന അവലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല മട്ട അവലാണ്. ഇത് പതുക്കെ ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മുസ്ലിം സഹോദരിമാരാണ് കൂടുതലും ഈ സ്നാക്സ് ഐറ്റംസ്, കൂടുതൽ സ്നാക്സ്, അതുപോലെ ഒരുപാട് സ്വീറ്റ്സൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. ഞാൻ മിക്ക വീഡിയോസും കാണുമ്പോഴും എല്ലാം അവരുടെ വീടുകളിൽ, അതായത് അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം, അവരുടെ ഭാഗമൊക്കെ നല്ലോണം ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ് കേട്ടോ. അവർ ട്രൈ ചെയ്യുകയും ചെയ്യും. ട്രഡീഷണൽ അല്ലെങ്കിലും അവരെല്ലാം ട്രൈ ചെയ്യുന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. എല്ലാ കൊച്ചു കുട്ടികൾക്കും എല്ലാം അവർ നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ബിരിയാണി, അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ്, ഇതുപോലത്തെ സ്വീറ്റ്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് മതി, ഇത്ര മതി വറുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തണുത്ത ശേഷം ഇടാം. പിന്നെ നമ്മളിതിലേക്ക് 1 കപ്പോളം തേങ്ങ നന്നായിട്ട് ചേർക്കണം. നാളികേരം നന്നായിട്ട് ചേർക്കണം. കാരണം ഇത് കുഴഞ്ഞ് കിട്ടണമെങ്കിൽ ഈ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈന്തപ്പഴവും കൂടിയാണ് കേട്ടോ കുഴഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് തേങ്ങ ചേർത്തുള്ള 2 തരി ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. പഞ്ചസാര തന്നെ ചേർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കാണിക്കുന്നത് കേട്ടോ. ശർക്കര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഞ്ചസാര ചേർത്തു. പിന്നെ ഇതിലേക്ക് ഒരു 3 ഈന്തപ്പഴം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കുരു കളഞ്ഞിട്ട് എടുക്കുക. പിന്നെ ഗുണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറയ്ക്കേണ്ട, 1 സ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് നമ്മളിത് പൊടിച്ചെടുക്കാം. അപ്പോൾ അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ലേശം, കൈ കഴുകിയ ശേഷം ലേശം നെയ്യ് പുരട്ടുക. അതിന് ശേഷം നമ്മളിതുപോലെ ഉരുട്ടിയെടുക്കുക. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഏലക്കായുടെയും നെയ്യിൻ്റെയും എല്ലാം കൂടെ നല്ല ഇതായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബോൾസ് ഫുള്ളൂടെ പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇത് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുകൊണ്ട് തന്നെ, നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് ഉണ്ടാക്കി എടുത്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ തേങ്ങയുടെ ആ ഫ്രഷ്നെസ്സൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഇരിക്കുമ്പോൾ പച്ചത്തേങ്ങ ചേർത്തിട്ടുള്ളതുകൊണ്ട് തേങ്ങയുടെ ആ ഒരു എണ്ണയുടെ ഒരു ഇത് വരും. അപ്പോൾ അതിലും നല്ലത് ഉണ്ടാക്കുക, കഴിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, എനിക്ക് നോമ്പാണ്. ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ പിടിക്കാറുണ്ട്. വളരെ നല്ലതാണ്, ശരീരത്തിന് വളരെ നല്ലതാണെന്ന് ഇപ്പം ശാസ്ത്രമൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ മുതൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പിടിക്കും. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായി നോമ്പാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. ഓക്കെ.